നിർധനരായ രോഗികൾക്ക് ഒരു മാസത്തെ മെഡിസിൻ സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു 46ഓളം ഡിസേബിൾഡ് ആയ കുട്ടികളുടെ ഒരു സ്ഥാപനം ഒരു 5-6 വർഷം എല്ലാവിധ സഹായങ്ങളും നൽകി മുന്നോട്ട് കൊണ്ടായി. നമസ്കാരം. സേവന വഴിയിൽ വേറിട്ട മാതൃക തീർക്കുന്ന ശ്രീനാഥേട്ടനാണ് ഇന്ന് നമുക്കൊപ്പം ഉള്ളത്. കോറം സ്വദേശിയാണ്. നമ്മൾ ഉള്ളതിലൊരു പാതി സേവനത്തിനായി മാറ്റിവെക്കുന്ന ആളുകളെ വലിയ മനസ്സുള്ളവരെ കണ്ടിട്ടുണ്ട്. പക്ഷേ തൻ്റെ ജീവൻ തന്നെ അല്ലെങ്കിൽ തൻ്റെ ജോലി തന്നെ സേവനത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ശ്രീനാഥേട്ട നമസ്കാരം. നമസ്കാരം. കോറത്താണ്. കോറത്ത് കൃത്യമായിട്ട് എവിടെയായിരുന്നു വീട്? കോറോത്ത് വില്ലേജ് ഓഫീസ് സുബ്രഹ്മണ്യം കോവിലിന്റെ അടുത്ത്. സുബ്രഹ്മണ്യം കോവിലിന്റെ അടുത്ത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു ജീവിതം കൊണ്ട് തന്നെ അല്ലെങ്കിൽ ജോലി കൊണ്ട് തന്നെ സേവനം ചെയ്യുവാണ് എന്ന്. എന്താണ് ശരിക്കും ചെയ്യുന്നത്? എന്റെ തൊഴില് ഉപജീവന മാർഗം എന്നത് ഹോം നേഴ്സിംഗ് ആണ്. ഹോം നഴ്സിംഗ് ആണ്. അത് വളരെ പാവപ്പെട്ടവരാണെങ്കിൽ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കും. അല്ലാത്തവരോട് ക്യാഷ് മേടിച്ചിട്ട് ചെയ്ത് കൊടുക്കും. കാരണം എനക്കും കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, കാര്യങ്ങളുണ്ട്. എല്ലാവർക്കും നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ മുന്നോട്ട് പോകാൻ പറ്റില്ല. അതെ. ഈ പേഷ്യൻസിനെ കെയർ ചെയ്യുന്നു, ഹോം നേഴ്സായി വീട്ടിൽ പോയി നിൽക്കുന്നു. പക്ഷെ തീരെ ആരും നോക്കാനില്ലാത്ത ബെഡഡ് ആയിട്ടുള്ള ആളുകളെ ഒരു പൈസ പോലും വാങ്ങിക്കാതെ തന്നെ കെയർ ചെയ്യുവാണ്. അപ്പോൾ അതില് തീരെ കിടപ്പ് രോഗികൾ ഉണ്ടാവും അല്ലെ? തീരെ കിടപ്പ് രോഗികളുണ്ടാവും, ചെറിയ രീതിയിൽ നടക്കാൻ പറ്റുന്നവരുണ്ടാവും, ബാത്റൂമിലെല്ലാം പോകാൻ പ്രയാസപ്പെടുന്നവരുണ്ടാവും. അങ്ങനത്തെ ഒരുവിധം എല്ലാ കേസുകളും അറ്റൻഡ് ചെയ്യും. അതെ. എത്ര വർഷമായി ഈ മേഖലയിലേക്ക് എത്തിയിട്ട്? ഞാൻ എന്തായാലും ഒരു 6-7 വർഷത്തിന് മേലെയായി. വീട്ടില് വേറെ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് അമ്മയുണ്ട്, അമ്മയുടെ അമ്മയുണ്ട്, ചേട്ടനുണ്ട്, ചേട്ടന്റെ വൈഫുണ്ട്, 2 പെൺകുട്ടികൾ, ഭാര്യ, മക്കള് 2 പെൺകുട്ടികളാണ്. 2 പെൺകുട്ടികൾ. അപ്പൊ ഇവരുടെയൊക്കെ കാര്യങ്ങൾ നോക്കണം, ഒപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പോലെ മറ്റുള്ളവർക്ക് ഒരു സഹായം ആവണം എന്നുള്ളതാണ് അല്ലെ? ജീവിച്ചിരിക്കും 10 ദിവസമാണെങ്കിലും ജനങ്ങൾക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് എന്തെങ്കിലും ഉപകാരമുള്ള കാര്യം ചെയ്യണം എന്നുള്ള വലിയൊരു പാഷനാണ്. തീർച്ചയായിട്ടും അതൊരു വലിയ മനസ്സുമാണ്. നമ്മൾ ഇങ്ങനെയുള്ള ആളുകളെ തേടിപ്പിടിച്ച് അവരോട് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി, അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ പറ്റുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിലും വലിയൊരു നിമിഷമായിട്ട് കാണാറുണ്ട്. ഇങ്ങനെയുള്ള ഈ ഒരു ജോലിയുടെ സമയത്ത് എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ജോലി ഹോം നേഴ്സിംഗ് എന്ന് പറയുമ്പോൾ അത് എല്ലാരെ കൊണ്ടും ചെയ്യാൻ പറ്റുന്ന ഒരു പണിയല്ല. പ്രത്യേകിച്ച് നമ്മൾ ഈ സുഖമില്ലാത്തവരെയാണ് നോക്കുന്നത്. പ്രത്യേകിച്ച് വയസ്സെല്ലാം ആയിക്കഴിഞ്ഞാൽ പ്രഷർ ഉണ്ടാവും. കാരണം അതിന്റെയും ടാബ്ലറ്റ്സും അതും എല്ലാം കഴിക്കുന്ന ഒരു മാനസികാവസ്ഥ തന്നെ ഇതായിരിക്കും. ചിലവര് തല്ലും, ചിലവര് പച്ചക്ക് ചീത്ത വിളിക്കും. പലതും കണ്ടും കേട്ടും സഹിച്ചാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. എനിക്ക് തല്ല് കിട്ടിയ അനുഭവം വരെയുണ്ട് ജോലി സമയത്ത്. പക്ഷെ നമ്മളത് ഒരു അച്ഛനായിട്ട് കൊണ്ട് നമ്മളത് സ്വന്തം വീട്ടിലത്തെ ഒരാളാണ് നമ്മളെ ശാസിക്കുന്നത് അല്ലെങ്കിൽ തല്ലുന്നു എന്ന് കണ്ട് നമ്മളെ വെറും പുഞ്ചിരി മാത്രം നൽകി നമ്മൾ ആ അസുഖാവസ്ഥയിൽ ഇപ്പം നാളെ എനിക്കും അസുഖം വരാം, ഞാനും അങ്ങനെ ചെയ്തേക്കാം, നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് വയസ്സായവര് നമ്മളെ രോഗീപരിണത്തിനിടെ എന്ത് സംഭവിച്ചാലും അത് ആ ഒരു മൈൻഡിലെടുത്ത് അതിനെ നമ്മൾ ചെയ്യേണ്ട ജോലിയും അങ്ങനെ ആയിരിക്കുമല്ലോ. കാരണം കിടന്ന് മുറിവ് പറ്റ് പുഴുവന്ന് അങ്ങനെയുള്ള അവസ്ഥയിലും അല്ലെങ്കിൽ കിടപ്പിൽ തന്നെ എല്ലാ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അവസ്ഥയിലൊക്കെ ഉള്ളവരെ ആയിരിക്കില്ലേ നോക്കേണ്ടി വരിക അല്ലെ? തീർച്ചയായും. ഹോം നേഴ്സിംഗ് ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരെ കൊണ്ടും ചെയ്യാൻ പറ്റുന്ന ഒരു പണിയല്ല. അതിന് ഇത്രയും ക്ഷമ, പക്വത, അതിനോട് കുറച്ച് താല്പര്യം എങ്കിൽ മാത്രമേ അത് ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് ആത്മാർത്ഥമായിട്ട് ചെയ്താൽ ഞാൻ കാണുന്നത് വലിയൊരു പുണ്യപ്രവൃത്തിയാണ്. പൈസ വാങ്ങുന്നുണ്ടെങ്കിൽ കൂടി എത്ര പൈസ കൊടുത്താലും ആത്മാർത്ഥമായിട്ടുള്ള ആളെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്വന്തം മക്കള് പോലും നോക്കാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ നമ്മൾ പൈസ മേടിച്ചാലും ആത്മാർത്ഥമായിട്ട് ആ സംഭവം ചെയ്യുമ്പോൾ, പേഷ്യന്റ് കെയർ ചെയ്യുമ്പോൾ അത് ഭയങ്കര ഒരു എന്റെ ജീവിതത്തിൽ അത് വല്ലാത്തൊരു അതിന് കിട്ടുന്ന ഒരു സന്തോഷം, സംതൃപ്തി അതെല്ലാണ്. അല്ലെങ്കിൽ എനിക്കിപ്പം വേറെ ജോലിയാണെങ്കിൽ എനിക്ക് പുറത്തേക്ക് പോവാം, ഒരുപാട് ബന്ധങ്ങളുണ്ട്. പക്ഷെ ഞാൻ എന്നിട്ടും ഈ ഇതിൽ തന്നെ പിടിച്ചു നിൽക്കുന്നത് ഇത് ഒരു ജോലിക്കപ്പുറം ഒരു വരുമാനത്തിലപ്പുറം എൻ്റെ ഒരു പാഷനായിട്ടാണ് ഞാൻ കാണുന്നത്. സുഖമില്ലാത്തവരെ നോക്കുക, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഭയങ്കര ഒരു പാഷനാണ്. എൻ്റെ അച്ഛൻ ക്യാൻസർ വന്നിട്ട് മരിച്ചേ. അപ്പൊ അച്ഛൻ്റെ A to Z കാര്യങ്ങളും ഞാൻ നോക്കിയതാ. ആ സമയത്ത് നമ്മള് അച്ഛനെ ഹോസ്പിറ്റലാക്കാൻ സമയത്ത് 2000 റുപ്യക്ക് വേണ്ടിയിട്ട് ഞാൻ കൈ നീട്ടിയിട്ടുണ്ട്. എനിക്ക് ആ സമയത്ത് കിട്ടിയില്ല. സാധാരണ ഒരു കൂലിപ്പണി എടുക്കുന്ന സുഹൃത്താണ് എനിക്ക് 2000 റുപ്യ തന്നെ. അങ്ങനെയാണ് ഹോം നേഴ്സിലേക്കും
ഈ ചാരിറ്റി ഫീൽഡിലേക്കും വരുന്നത്. സ്വന്തം ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ കണ്ടു. അപ്പോൾ അങ്ങനെ മറ്റുള്ളവർക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത്, അവരെ സഹായിക്കണം എന്നുള്ളൊരു വലിയ മനസ്സ്. ഇങ്ങനെ ഒരാളുടെ മുന്നിൽ നിൽക്കുമ്പോൾ തലകുനിക്കാതെ നിൽക്കാൻ പറ്റുന്നില്ല എനിക്ക്. അപ്പൊ പറഞ്ഞല്ലോ ഈ വാർഡ് മെമ്പർമാരൊക്കെ അറിയിക്കും തീരെ ഇല്ലാത്ത വീട്ടുകാരാണ് എന്ന്. അപ്പൊ അങ്ങനെയുള്ളവരെ പോയി നോക്കുന്ന സമയത്ത് നമുക്ക് പൈസ ഇല്ലാതെ ജോലി ചെയ്യുന്ന ആ സമയത്ത് വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നത്? ഭാര്യ ജോലി ചെയ്യുന്നുണ്ടോ? ഭാര്യ ഹോം നേഴ്സിംഗ് ചെയ്യുന്നതാണ്. ഉം. ഭാര്യന്റെ അമ്മയും പിന്നെ വർക്ക് ഹോം നേഴ്സിംഗ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തായാലും നമുക്ക് തട്ടിമുട്ടി പോവാൻ സാധിക്കും. ദൈവം ഞാൻ സഹായിച്ച് പറ്റുന്നുണ്ട്. ദൈവം സഹായിച്ചു. കാരണം എനിക്ക് 360 ദിവസം പേഷ്യന്റ് കെയർ ഡ്യൂട്ടി ഉണ്ട്. ഉം. ആ ഡ്യൂട്ടിന്റെ ഇടയിൽ അഡ്ജസ്റ്റ് സമയം കണ്ടെത്തിയിട്ടാണ് ഇതേ കണക്കില്ല സേവന ഫ്രീ പദ്ധതികൾ ആയിട്ട് നടത്തുന്നത്. ചെയ്യുന്നതും ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നത്. ഞാൻ എൻ്റെ പണി 360 ദിവസം പണിയെടുക്കുന്ന ഒരാളാണ്. ആ പണി വിട്ടിട്ട് ഒരു പ്രവർത്തനത്തിന് ഞാൻ പോകാറില്ല. കാരണം എനിക്കും കുടുംബമുണ്ട്. ചാരിറ്റി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നുമില്ലാത്ത പാവപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങളോട് ചോദിക്കാം, എന്റെ കാര്യത്തിന് വേണ്ടി നിങ്ങളോട് ചോദിക്കാൻ പറ്റും. ഞാൻ തന്നെ പണിയെടുക്കണ്ടേ എന്റെ കുടുംബം. അപ്പം സമയം കണ്ടെത്തിയിട്ട് 24 hours ചാരിറ്റി പ്രവർത്തനം അല്ല ഞാൻ. എന്റെ പണീന്റെ ഇടയിൽ സമയം കണ്ടെത്തി അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്റെ വരുമാനത്തിന് എന്റെ പണി തന്നെ ധാരാളം. അതെ അതെ. ഈ തീരെ കിടപ്പിലായ രോഗികളെ അവരെ എടുത്ത് ഇരുത്തേണ്ടി വരും, ഭക്ഷണം കൊടുക്കാനും മറ്റുമൊക്കെ. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നടുവേദന പോലെയുള്ള കാര്യങ്ങൾ വരുന്ന കേട്ടിട്ടുണ്ട്. അതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ടോ? സത്യമാണ്. ഇപ്പം ഈ കിടക്കുന്ന പേഷ്യൻസിനല്ല ബുദ്ധിമുട്ട്, അവരെ കെയർ ചെയ്യുന്ന ഒരാൾക്കാണ് ബുദ്ധിമുട്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെ ഞാൻ തന്നെയാണ്. എന്റെ നടുവിന് ബെൽറ്റാണ്, മുട്ടിന് മുപ്പേടാണ്, ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് ഈ പണി അധികകാലം എടുക്കാനും പറ്റില്ല. കാരണം ഇവരെ എടുക്കല്, പിടിക്കല്, ബാത്റൂമിൽ കൊണ്ടാക്കല്, ചില സമയത്ത് ഫിസിയോതെറാപ്പി ചെയ്യേണ്ടി വരും, ഇതെല്ലാം ചെയ്യേണ്ടി വരും. അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ട്. വൈഫിനും അധികം വെയിറ്റ് ഒന്നും എടുക്കാൻ പറ്റില്ല. വെയിറ്റ് എടുക്കുമ്പോൾ നീര് വെക്കുന്ന ഒരു ഇതുണ്ട്. പിന്നെ അവളുടെ അമ്മയും അങ്ങനെ പണിക്കൊക്കെ പോയിട്ടാണ് നമ്മള് ജീവിച്ചു പോകുന്നത്. അതെ. കുട്ടികൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? രണ്ടുപേരും. കുട്ടികൾ ഒരാൾ 8ലും ഒരാൾ BBA. നന്നായി പഠിക്കുന്ന കുട്ടികളാണ്. നന്നായി പഠിക്കുന്ന കുട്ടികളാണ്. അതെ. നമ്മൾ ഇതുപോലെ ത്യാഗത്തിന്റെ വഴികളിലൊക്കെ നടന്നു വന്ന് നമ്മുടെ കുട്ടികൾ നല്ലൊരു നിലയിൽ എത്തുമ്പോൾ അതാണ് സന്തോഷം അല്ലേ? അവർക്കും ഇങ്ങനെ ഒരു സേവന മനോഭാവം ഒക്കെ ഉണ്ടോ? അത് തീർച്ചയായും ഉണ്ടാവല്ലോ. എന്റെ അച്ഛനെയും അമ്മയും കണ്ടിട്ടല്ലേ വളരുന്നത്. അവളും പറയും, ചെറിയ കുഞ്ഞുങ്ങളൊക്കെ പറയും, എന്തെങ്കിലും അവളുടെ കൂടെ പഠിക്കുന്ന ആരെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ഇതിനിടയ്ക്ക് ഒരു ഇൻസ്ട്രുമെന്റ് ബോക്സ് അങ്ങനെ വീട്ടിൽ വന്ന് പറഞ്ഞു, ഇൻസ്ട്രുമെന്റ് ബോക്സ് ഒരു കുട്ടിക്ക് ഇല്ല എന്നുള്ളതൊന്നും അപ്പാടും അത് ഞാൻ ചെയ്തു കൊടുത്തു. അപ്പൊ ഞാൻ എപ്പോഴും മക്കളോട് പറയും, അങ്ങനത്തെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ശ്രദ്ധയിൽപ്പെടുത്തണം, അത് അവർക്ക് ചെയ്തു കൊടുക്കണം, നല്ലൊരു കാര്യമാണ്. അപ്പൊ മക്കളെയും പരമാവധി ചെറുപ്പത്തിലെ ആർദ്രതയുള്ള മനസ്സുള്ള മക്കളായി വളർത്തിയെടുക്കാൻ പറ്റിയതൊക്കെ ശ്രീനാഥിന് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. ഇനിയും മുന്നോട്ട് ഒരുപാട് ഇങ്ങനെയുള്ള സേവന വഴിയിൽ തന്നെ പോകാൻ പറ്റട്ടെ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ഒക്കെ ചെയ്യാണ്. മറ്റെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? മറ്റ് സ്കൂളുകളിലും അങ്ങനെ? ഇപ്പം ഒരു 3-4 വീടുകൾ കെട്ടിക്കൊടുത്തു, 2-3 പെൺകുട്ടികളുടെ കല്യാണം നടത്തി കൊടുത്തു, തെരുവില് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോ പയ്യന്നൂർ മുനിസിപ്പാലിറ്റി പരിധിയിൽ പെടുന്ന നിർധനരായ രോഗികൾക്ക് 1 മാസത്തെ മെഡിസിൻ സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട്. കാരുണ്യ സ്പർശം എന്ന് പറഞ്ഞ ഒരു പദ്ധതി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഒരു 3-4 കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അതിലൊരു കുട്ടി നേഴ്സിംഗ് തീരാനായി, നേഴ്സിംഗ് ഇപ്പം അവസാന വർഷമാണ്. പിന്നെ അങ്ങനെ ഒരുപാട് കാഞ്ഞങ്ങാട് അയങ്ങോത്ത് ഭാഗത്ത് ഒരു 46ഓളം ഡിസേബിൾഡ് ആയ കുട്ടികളുടെ ഒരു സ്ഥാപനം ഒരു 5-6 വർഷം എല്ലാവിധ സഹായങ്ങളും നൽകി മുന്നോട്ട് കൊണ്ടായി. പിന്നെ അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഇടയിൽ സമയം കണ്ടെത്തി ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാനൊരു നിമിത്തം മാത്രമാണ്, ഇതിനുള്ള സഹായിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളാണ്. ഞാൻ ഒരു നിമിത്തമായിട്ട് മുന്നിട്ട് നിൽക്കുന്നതേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇതിൻ്റെ എല്ലാ പിന്നെ എന്താ പറയണ്ട ക്രെഡിറ്റും എൻ്റെ സുഹൃത്തുക്കൾക്കാണ്. ഞാൻ ഇന്നടുത്ത് ഇന്നൊരു സഹായം വേണമെന്ന് പറയുമ്പോൾ ഒരു മനസ്സറിഞ്ഞ് സഹായിക്കുന്നതുകൊണ്ടാണ് എനിക്കിത് ചെയ്യാൻ പറ്റുന്നത്. അവരില്ലെങ്കിൽ ഞാനില്ല. ഞാൻ എന്ന വ്യക്തി മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവരെല്ലാം ശ്രീനാഥ് എന്ന വ്യക്തിയെ വിശ്വസിച്ച് ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് സമൂഹത്തിൽ ഇത്രയും
ഇത് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ വീട്ടിൽ ഏകദേശം ഞാനൊരു പാലിയേറ്റീവ് പോലെ തന്നെ ഞാൻ ചെയ്യുന്നുണ്ട്. എൻ്റെ വീട്ടിൽ ഹോസ്പിറ്റലിൽ കട്ടിലുണ്ട്, ഇലക്ട്രോണിക് വീൽ ചെയർ ഉണ്ട്, സാധാ വീൽ ചെയർ ഉണ്ട്, എല്ലാ സംഭവങ്ങളുണ്ട്. ഇത് ഹോസ്പിറ്റൽ കോട്ട്. അപ്പം പാവപ്പെട്ടവര് ഈ കട്ടിൽ ആവശ്യമുള്ളവർ, അത് വാങ്ങിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ വന്നിട്ട് എടുത്തു കൊണ്ടാവാം. ആവശ്യത്തിന് ശേഷം എന്നെ തന്നെ ഡാമേജ് ആക്കാതെ തിരിച്ചേൽപ്പിക്കുക. അങ്ങനെ പിന്നെ എല്ലാ വർഷവും അത് മുടങ്ങാതെ ചെയ്യുന്നതാണ്. കണ്ണൂര് കാസർഗോഡ് ജില്ലയിലെ നിർധനരെന്ന് എന്ന വാക്ക് ഉപയോഗിച്ചുകൂടാ, ചില സാഹചര്യങ്ങൾ കൊണ്ടാണ് അവരങ്ങനെയാവുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കണ്ണൂര് കാസർഗോഡ് ജില്ലയിലെ കുട്ടികൾക്ക് സ്കൂൾ കിറ്റ് എല്ലാ വർഷവും അതിൽ എല്ലാ സാധനങ്ങളും ഉണ്ടാവും. ബാഗ് ഉണ്ടാവും, കൊടയുണ്ടാവും, വാട്ടർ ബോട്ടിൽ ഉണ്ടാവും, ക്ലാസ്മേറ്റിന്റെ നോട്ട് ബുക്ക് ഉണ്ടാവും, ഇൻസ്ട്രുമെന്റ് ബോക്സ് ഉണ്ടാവും. അങ്ങനെ A to Z കാര്യങ്ങൾ ഒരു 10-50ഓളം കുട്ടികൾക്ക് എല്ലാ വർഷവും നമ്മൾ ചെയ്യുന്നതാണ്. ഇതെല്ലാം ചെയ്യാൻ പറ്റുന്ന ഈ പറഞ്ഞ പോലെ അത്രയും കട്ടക്ക് നിൽക്കാനുള്ള ഒരുപാട് സുഹൃത്തുക്കൾ ഉള്ളത് കൊണ്ടാണ് ഇന്ന് ശ്രീനാഥ് DS പയ്യന്നൂരായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അവരില്ലെങ്കിൽ ഞാനില്ല. അതെ, ശ്രീനാഥേട്ടൻ സാധാരണക്കാരിൽ സാധാരണക്കാരനാണ്. ഈ പറയുന്ന പോലെ നടുവിന് ബെൽറ്റിട്ടും കാലിന്റെ മുട്ടിന് പാഡിട്ടും ഒക്കെ 365 ദിവസവും എന്റെ ജോലി വിട്ട് ഞാൻ മറ്റൊരു കാര്യത്തിനും പോകുന്നില്ല, എന്റെ വീടും നോക്കണം എന്ന് പറയുന്ന ഒരു മനുഷ്യന് എണ്ണിയാൽ തീരാത്തത്ര കാര്യങ്ങളാണ് ഇപ്പൊ എൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞത്. മറ്റുള്ളവർക്ക്, നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്ക് സഹായം എത്തിച്ച് നൽകിയതിനെ കുറിച്ച്. ഇദ്ദേഹത്തിന് ഇത് കഴിയുമെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കാൻ പറ്റിയ ഒരു നിമിഷത്തിലാണ് ഇദ്ദേഹത്തോട് സംസാരിക്കുമ്പോണ്ടായിരുന്നത്. നമ്മുടെ പ്രേക്ഷകർക്കും അതങ്ങനെ തന്നെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരുപാട് നന്ദി നമ്മോട് സംസാരിച്ചതിന്. ഇങ്ങനെ സേവന വഴിയിൽ ഇനിയും ഒരുപാട് ദൂരം ശ്രീനാഥേട്ടന് പോകാൻ പറ്റട്ടെ. നന്ദി.